ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. നമ്മൾ തലേന്ന് രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനിടണം. കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് 4 വിസിൽ വരുന്നവരെയും അടിച്ചെടുക്കാം വെള്ളമൊഴിച്ച്. നമുക്ക് ഈ ഗ്രീൻ പീസ് കറിയിലേക്ക് ഒരു സവാള, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഇനി നമുക്ക് കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നവരെയും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ജാതിപത്രി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ആഡ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി വേണം, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയിൽ കാശ്മീരിയും കൂടെ മിക്സഡ് ആണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്തു. അല്പം സിന്നമണിൻ്റെ പൗഡർ കൂടെ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസുകളിലേക്ക് ചേർക്കാം. അല്പം ഇളം ചൂടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതിയാവും. 2 മിനിറ്റ് തിളയ്ക്കാൻ വിടാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിയോ പുട്ടോ ഇടിയപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.